സ്കൂൾ സമയമാറ്റത്തിൽ മുസ്ലിം സംഘടനകളെ ചർച്ചയ്ക്ക് വിളിപ്പിച്ച് സർക്കാർ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ സമസ്ത പങ്കെടുക്കും. നേരത്തെ സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ചൂണ്ടിക്കാട്ടി സമസ്ത സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. MS അനീഷ് കുമാർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഒരു ഘട്ടത്തിൽ ചർച്ചയില്ല എന്ന നിലപാടിലായിരുന്നു, പിന്നീട് ചർച്ച ആകാം എന്നുള്ളതാണ്. പക്ഷേ മന്ത്രി പറഞ്ഞത് ചർച്ച എന്നത് സമയം മാറ്റുന്നതിന് വേണ്ടിയല്ല, എതിർപ്പുള്ള പശ്ചാത്തലത്തിൽ എന്നതായിരുന്നു. ഇങ്ങനെ ഒട്ടേറെ വാദപ്രതിവാദങ്ങൾ ഇതിനു മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞു. ചർച്ചയിൽ എന്താണ് സമസ്ത നിലപാടായി അറിയിക്കുക? ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, അല്ലെങ്കിൽ 23-ാം തീയതി വിളിപ്പിച്ചിട്ടുള്ള ഈ തീയതിയിൽ പങ്കെടുക്കുമെന്നാണ് സമസ്തയുടെ ഇപ്പോഴത്തെ പ്രതികരണം. അത്തരം പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, നേരത്തെ നിശ്ചിതമായ സമയപരിധിയിലുള്ള അധ്യയനം കുട്ടികൾക്ക് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ അധ്യയന സമയത്തിൽ മാറ്റം വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെയും വൈകുന്നേരവുമായി 15 മിനിറ്റ് വീതം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യയന സമയം മാറ്റുകയും ചെയ്തു. ഇതിനെതിരെയാണ് സമസ്ത അടക്കമുള്ള ചില സംഘടനകൾ രംഗത്ത് ചെയ്ത് ഈ സമയപരിധി നീട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ആക്കിയതുകൊണ്ട് മദ്രസ പഠനത്തിനുള്ള സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ മതിയായ സമയം ലഭിക്കുന്നില്ലോ എന്ന പരാതിയാണ് ഇത് വിശദമായി നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ പിന്നീട് യാതൊരു ചർച്ചയ്ക്കും സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം വന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പ്രത്യക്ഷമായ സമരപ്രഖ്യാപനം സമസ്ത നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇതിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല, സമുദായ സംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയും എത്തി. ഇതിനെ തുടർന്ന് സമസ്ത പ്രതിഷേധം കടുപ്പിച്ചതുകൂടിയാണ് ചർച്ചയ്ക്കുള്ള വഴി തെളിയുകയും വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം എതിർപ്പുള്ളവരെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 23-ന് തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടക്കും, വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. സമസ്ത ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്, ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയുള്ള 15 മിനിറ്റ് അധിക സമയമാണ് ഈ മദ്രസ പഠനത്തിന് പ്രശ്നമായ നേരമുള്ള 4:15 എന്നത് 4:30 വരെ നീട്ടി പ്രശ്നപരിഹാരം ഉണ്ടാകാം, അല്ലെങ്കിൽ അത്തരമൊരു ഫോർമുലയാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ മാറ്റം എന്നതിനെ കുറിച്ച് കാര്യമായ ചിന്തയില്ല എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു. മറിച്ച് എന്തുകൊണ്ട് ഈ മാറ്റം വരുത്തേണ്ടി വന്നു, ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്, അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന സമസ്ത അടക്കമുള്ള സംഘടനകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നു. എന്തായാലും ഈ രണ്ടു തരത്തിലുള്ള ചിന്തകളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനപ്പുറം മറ്റൊരു ചർച്ചയുടെ തലത്തിലേക്ക് എത്തി മൂന്നാമതൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സമസ്ത നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. സമസ്തയ്ക്കൊപ്പം കാന്തപുരം വിഭാഗവും ഇത്തരത്തിൽ ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചിരുന്നു. പക്ഷേ പ്രത്യക്ഷമായി സമരം ഉപേക്ഷിക്കില്ല, സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും ഈ രണ്ട് വിഭാഗങ്ങളടക്കം മറ്റ് എതിർപ്പ് അറിയിച്ചിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ചർച്ചയാവും തിരുവനന്തപുരത്ത് നടക്കുക. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് MS അനീഷ് കുമാർ നൽകിയത്.